പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് നിത്യജീവൻ പ്രാപിക്കണം എന്നതാണ്. എന്താണ് നിത്യജീവൻ? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ ഏക സത്യദൈവമായ അവിടത്തെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. പിതാവായ ദൈവത്തെയും പുത്രനായ യേശുവിനെയും അവർ നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളും നാം വ്യക്തമായി അറിയുമ്പോൾ, അതനുസരിച്ച് നമ്മുടെ ജീവിതം നാം ക്രമപ്പെടുത്തുമ്പോൾ നാം നിത്യജീവൻ പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് നാം പിതാവിനെയും പുത്രനെയും അറിയുന്നത്? പിതാവിനെയും പുത്രനെയും അറിയുമ്പോഴാണ് പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും നമുക്ക് പിന്മാറാനായിട്ട് കഴിയുന്നത്. ദൈവത്തെ അനുഭവിച്ചറിയുവാനും ദൈവത്തെ ആഴത്തിൽ സ്നേഹിക്കുവാനും കഴിയുന്നത് അപ്പോൾ മാത്രമാണ്. എങ്ങനെയാണ് നാം ദൈവത്തെ അറിയുന്നത്? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 18 തിരുവചനം പറയുന്നുണ്ട്, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിലെ ദൈവിക വ്യക്തി എന്ന നിലയിൽ യേശു ക്രിസ്തുവിനാണ് ദൈവത്തെ വെളിപ്പെടുത്താൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം നാം മനസ്സിലാക്കുന്നത് യേശുവിലൂടെയാണ്. വിശുദ്ധ യോഹന്നാൻ 3:16 16-ഉം 17-ഉം തിരുവചനങ്ങളിൽ, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുവാനായി ദൈവം തൻ്റെ ഏകജാതനായ യേശുവിനെ പീഡാസഹനത്തിനും കുരിശുമരണത്തിനും വിട്ടുകൊടുത്തു. നാം ഓരോരുത്തരും നമ്മുടെ സ്വന്തമല്ല, യേശുവിൻ്റെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. യേശുവിനെ അറിഞ്ഞവർക്ക് മാത്രമേ ദുഷ്ടൻ്റെ പിടിയിൽ കിടക്കുന്ന ഈ ലോകത്തിലെ വശീകരണ ശക്തിയിൽ എതിർത്ത് നന്മയിലേക്ക് നീങ്ങുവാൻ കഴിയുകയുള്ളൂ. ലോകവസ്തുക്കളോട് ആർത്തി ജനിപ്പിക്കുന്ന സാത്താൻ്റെ വഞ്ചന തിരിച്ചറിയുവാനും ലോകത്തിൻ്റെ കെണിയിൽ വീഴാതിരിക്കുവാനും കഴിയുന്നത് അപ്പോൾ മാത്രമാണ്. നാം നമ്മുടെ സ്വന്തമല്ലെന്നും യേശുവിൻ്റെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണെന്നും ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ ഇനിയുള്ള കാലം യേശുവിന് വേണ്ടി ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം, ഒരു താല്പര്യം, ഒരു ഉൾപ്രേരണ നമ്മുടെ മനസ്സിലുണ്ടാകും. അതുകൊണ്ടാണ് ഇനിയും നാം നമുക്ക് വേണ്ടി ജീവിക്കാതെ നമുക്ക് വേണ്ടി പീഡകൾ സഹിക്കുകയും കുരിശിൽ മരിക്കുകയും ചെയ്ത യേശുവിന് വേണ്ടി ജീവിക്കണം എന്ന് പറയുന്നത്. യേശുവിന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനെയും യേശുവിൻ്റെ വചനങ്ങളെയും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. നാം വചനമാകുകയും വചനം ഏകുകയും ചെയ്യുന്നവരായി മാറണം. പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കണം. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലുണ്ടെങ്കിൽ പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കാൻ നമുക്ക് സാധിക്കും. അതാണ് സങ്കീർത്തനം 119:15 സങ്കീർത്തകൻ പറയുന്നുണ്ട്, അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. നമുക്കും അതുപോലെ പറയാൻ സാധിക്കണം. യേശുവിനെതിരെ തിന്മ ചെയ്യാതിരിക്കാൻ വേണ്ടി യേശുവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ നാം സൂക്ഷിക്കണം. സൂക്ഷിച്ചാൽ മാത്രം പോരാ, അതനുസരിച്ച് നാം ജീവിക്കുകയും വേണം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.